ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഈസ്റ്ററാണ്. അപ്പോൾ ഈസ്റ്ററിന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് പതിവില്ലാതെ എൻ്റെ ഇളയ ആൾ നേരത്തെ എണീറ്റ് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ദിവസമാണ് കേട്ടോ. പതിവില്ലാതെ രാവിലെ നേരത്തെ എണീറ്റ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? നേരത്തെ എണീറ്റ് എനിക്ക് അറിഞ്ഞുകൂടെ എന്താണെന്ന്. അപ്പം ഞാൻ രാവിലെ കണി കണ്ടത് നിച്ചുവിനെയാണ് കേട്ടോ. രാവിലെ ഇവിടെ ഈ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇന്നത്തെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പം വെൽക്കം ടു മൈ വ്ളോഗ്. കിച്ചണിലോട്ട് വരുന്ന അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഇല്ലല്ലോ. വരുന്നോ ഇല്ലേ? വരുന്നോ? ഇല്ല. ഓക്കെ, ചിക്കൻ ബിരിയാണി വേണ്ട. ഓക്കെ, ശരി. എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞായിരുന്നു, അമ്മ ചിക്കൻ ബിരിയാണി വേണ്ട, എനിക്കല്ലാതെ ചോറ് അതൊക്കെ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഇന്നും ഒരു ദിവസമല്ല, ഈസ്റ്ററിൻ്റെ അന്നെങ്കിലും നമുക്ക് ഒരു ബിരിയാണി വെക്കണ്ടേ. ഇടയ്ക്ക് വയ്ക്കുമ്പോൾ ഞാനാണ് കൊടുക്കുന്നത്, അപ്പോഴേ അവൻ കഴിക്കത്തുള്ളൂ, അവന് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് അവന് അല്ലാതെ കൊടുക്കാം, നമുക്ക് എല്ലാവർക്കും ബിരിയാണി വയ്ക്കാം. രാവിലെ തന്നെ ഞാൻ ചിക്കൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് പോയി ഫ്രഷായിട്ട് വരാം, പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ഓക്കെ, അപ്പോൾ കാണാം. ഞാൻ വെള്ളത്തിൽ നേരത്തെ ഇട്ടിരുന്ന ചിക്കനൊക്കെ എടുത്ത് ഒന്നുകൂടെ വീണ്ടും വെള്ളം മാറ്റി ഒഴിക്കുകയാണ്, കാരണം ആ കട്ടയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇനി ബാക്കി പരിപാടികൾ നമുക്ക് തുടങ്ങണം. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാറിൽ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ കുഞ്ഞുള്ളി സവാള ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഞാൻ കുഞ്ഞുള്ളി മാത്രമേ കറക്കി ഇടുന്നുള്ളൂ. ഈ സവാള വേറെ ഒന്നിനും അല്ല, ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് ഫ്രൈ ചെയ്തൊക്കെ ഇടണം, പിന്നെ അല്ലാതെ സാലഡിന് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് സവാള വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉള്ളിയും പിന്നെ പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. അങ്ങനെ നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കടുക്, വെളിച്ചെണ്ണ, വറ്റൽമുളക്, മല്ലിയില, പുതിനയില എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോയാലോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണേ. വറ്റൽമുളക് ഇടുകയാണേ. പിന്നെ ഇതിലേക്ക് മല്ലിയില, പുതിനയില ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണേ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്, കഴുകി വെച്ച ചിക്കൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് കുഞ്ഞുള്ളി, പച്ചമുളക് അത്രയൊന്ന് ഇട്ട് കൊടുക്കുകയാണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണേ. നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കാം.
അപ്പോൾ ചിക്കന് കൂട്ടായിട്ട് അപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ചൂടോടുകൂടി അപ്പം ഉണ്ടാക്കിയെടുക്കാവേ. ഇനി ഒരു പാനിൽ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കണം ഇതുപോലെ. എന്നിട്ട് വേണം നമ്മുടെ ചിക്കനിലോട്ട് തട്ടി കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നല്ല എന്ന് വെച്ചാൽ ആ ഒരു അരപ്പൊക്കെ അതിലോട്ട് പിടിക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇതുപോലെ ഇളക്കി അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റോ 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ് കേട്ടോ. കുക്കറിലും ഒക്കെ ഇട്ട് വയ്ക്കാം. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു അല്ലാതെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. തീ കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ ചെറിയ തീയിലിടാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തേലോട്ട് വെക്കുകയാണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും അടിയിൽ. അപ്പോൾ അതുകൊണ്ട് തൊട്ടപ്പുറത്തേലോട്ട് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ അപ്പവും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെന്ന് ചായയും കൂടെ ഇട്ടിട്ട് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ പോകുന്നത്. അല്ലേ അല്ലുവിന് ഇതാ ഫുഡ് കൊടുത്തു. അല്ലു ഇതാ കഴിച്ചു തുടങ്ങി. എനിക്കുള്ള ഫുഡ് ഞാൻ എടുത്ത് വെച്ചു. അപ്പോൾ ഇനി കഴിച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് വയ്ക്കുന്നത്. സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ്. അപ്പം അതും കൂടെ വയ്ക്കണം. വേറെ പരിപാടിയൊന്നുമില്ല. കറിയായി, ഇനി ഫ്രൈ ചെയ്യണം. അപ്പം ഞാൻ എന്താ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ബിരിയാണി വയ്ക്കാം കേട്ടോ. അപ്പം അരി എൻ്റെ നീളമുള്ള അരിയാണ് ഞാൻ എടുത്തത്. ബിരിയാണി അരി നീളമുള്ള റൈസ് ഒരു 2 നാൾ. ഓക്കെ, വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ റൈസ് കഴുകിയെടുക്കാവേ. അപ്പോൾ ഈ ബിരിയാണി റൈസ് ഉണ്ടാക്കാനായിട്ട് ആ വെള്ളത്തിൽ തക്കോലം, ഗ്രാമ്പു, ഏലക്ക, അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുക്കുകയാണേ. അതെല്ലാം ഒരു 2-3 പീസ് വെച്ച് മതി. തക്കോലം, ഏലക്ക, ഗ്രാമ്പു അത്ര ഇട്ട് തിളപ്പിക്കാം. വേണമെങ്കിൽ ഇതിൽ വെജിറ്റബിൾസ് ഒക്കെ ഇടാം. ഞാൻ ഇന്ന് അതൊന്നും ഇടുന്നില്ല. സിമ്പിളായിട്ടുള്ള, ഞാൻ ആദ്യമേ പറഞ്ഞു സിമ്പിളായിട്ടുള്ള റൈസാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സവാളയൊക്കെ വറുത്ത് ഇടും, നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ട് ഇനി നമുക്ക് അരി ഇട്ട് നോക്കാവേ. അപ്പോൾ നമ്മുടെ കറി രാവിലെ ആയി. പിന്നെ ഇതാ നമ്മുടെ ബിരിയാണി റൈസ് ഇങ്ങനെ കിടന്ന് തിളക്കുകയാണ് കേട്ടോ. ആയിട്ടില്ല, തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ ചിക്കൻ നേരത്തെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനിടയിൽ ബാക്കി കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ആഹാരം കഴിക്കാം എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത പരിപാടി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പം നമുക്കിതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ ഇതുപോലെ ഇങ്ങനെ പെരട്ടി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമുക്ക്
കയ്യില്ല. അപ്പോൾ ഇനി ബിരിയാണി റൈസിൽ ഇടാനും പിന്നെ അതുപോലെ സാലഡിന് ഇടാനുള്ള സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ അത് ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാമേ. റൈസ്. അപ്പോൾ ഇനി ഗാർണിഷ് പരിപാടികളാണ്. സവാള പൊരിച്ചത് ഇട്ട് കൊടുക്കാമേ. പിന്നെ കാഷ്യൂസ്, മുന്തിരി എല്ലാം ഇട്ട് സെറ്റ് ചെയ്യണം. ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യ് കൂടി ഇതുപോലെ എല്ലാം കൂടി കൊടുക്കണം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ റൈസും ഫ്രൈയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് സെറ്റായി ഇന്നത്തെ ഒരു ഡേ നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓ.